ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പർച്ചേസിങ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുന്ന നേരത്തെ ഒരു സംഭവം കണ്ടു. വേറെ ഒന്നുമല്ല, നമ്മുടെ മുല്ലവള്ളിയുടെ മുകളിൽ കുഞ്ഞു മുല്ലപ്പൂ ഉണ്ടായിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താണ്, വട്ടായതാണോ? അല്ല, മുല്ലപ്പൂ എവിടെ കണ്ടാലും ഞാനവിടെ ഫ്ലാറ്റാണേ. ഇവിടെ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് പെയിൻറ് പണി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലൂ കളർ വൈറ്റൊക്കെ ആയിട്ട്. അപ്പോൾ 2-3 വർഷമായിട്ട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാലത്തിൻ്റെ. അതൊക്കെ കഴിഞ്ഞ് അത് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബസ്സിലാണ്. ഉണ്ണിക്കുട്ടൻ പതിവ് പോലെ ഓരോ കാര്യത്തിന് പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ബസ് മാറിക്കയറണം. പുറത്ത് നോക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഫിലിമൊക്കെ കാണാൻ പോകുന്ന ഒരു തിയേറ്ററാണ് കേട്ടോ, ഐസിയുടെ തിയേറ്റർ. അതും കണ്ടു. ഉണ്ണിക്കുട്ടൻ കണ്ട അമ്മ ഇവിടെ നല്ലേ നമ്മൾ തിയേറ്ററിലോട്ട് പോവാറ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ എടപ്പാളിക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എടപ്പാളൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഇരുന്നിരുന്ന സ്ഥലം കൂടിയാണ്. ബ്യൂട്ടി സിൽക്കിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ കുറേ പെരുന്നാളുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിനുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണ് കേട്ടോ ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മളൊരു 10 മണി 10:30 എത്തിയെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ. നമ്മൾ വിചാരിച്ചു ആരും സത്യം പറഞ്ഞാൽ എത്തില്ല എന്ന്. അവിടെ വന്നപ്പോൾ ഞാൻ ഈ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഈ ഡ്രസ്സ് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു വീഡിയോ 2 ദിവസം മുന്നേ ഉണ്ണിക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ, ഒറ്റപ്പാലത്തുള്ളപ്പോൾ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സായിട്ട് കാണുന്നത് കേട്ടോ. ഇതാണ് ഉണ്ണിക്ക് കാലത്ത് ഇടാൻ വേണ്ടി വെച്ചത്. അപ്പോൾ കൂടെ രഞ്ജും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ ചേർത്താണ് എന്ന് വെച്ചാൽ നമ്മളുടെ പർച്ചേസിങ് വ്ളോഗിൽ നമ്മുടെ ഉണ്ണിയുടെ പർച്ചേസിങ്ങും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഒരു നല്ല കോട്ടും സ്യൂട്ടും പോലത്തെ ഡ്രസ്സ് കിട്ടി. റിസപ്ഷനും ഏകദേശം ഇതുപോലത്തെ ഏട്ടനുള്ള പർച്ചേസിങ്ങും നമ്മൾ അവിടെ നിന്ന് ചെയ്തു കേട്ടോ. ഉണ്ണിക്കുട്ടൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴേക്കും ഭയങ്കര വലിയ ആളായേ. ഈ ഒരു ദിവസം എൻ്റെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ടായില്ല, മോൻ്റെയും അച്ഛൻ്റെയും മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുന്നംകുളത്തേക്ക് പോവാന്ന് കരുതി. എടപ്പാളെന്നൊന്നും നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ല. അപ്പോൾ ഇതാ ഫ്രണ്ട് സീറ്റിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ കാല് ഭയങ്കരമായിട്ട് ചൂടുണ്ട്, കാരണം ഇവിടെ നല്ല ഹീറ്റ് വരുന്നത്. ഉണ്ണിയാണെങ്കിലോ ലോങ് സീറ്റിലല്ലാതെ വേറൊരു സീറ്റിൽ ഇരിക്കാനും സമ്മതിക്കില്ല. അപ്പോൾ ഈ ലോങ് സീറ്റിൽ ചൂടും കൊണ്ട് ഇരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒരു ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു. ഈ കളറാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായത്. പക്ഷേ കഴുത്തൊക്കെ കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് അതും ക്യാൻസൽ ചെയ്തു. പിന്നെ ഉണ്ണീനായിട്ട് ഞാനിങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുന്നംകുളത്തുള്ള കേരള വസ്ത്രാലയത്തേക്കാണ് വന്നത്. കുന്നംകുളത്തുള്ള ഒരുവിധം എല്ലാ ഷോപ്പും നമ്മൾ കയറി ഇറങ്ങി, കല്യാൺ ഒഴികേട്ടാ. അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ ഒരുവിധം ആയപ്പോഴേക്കും വിശന്നപ്പോൾ ഒരു 1 മണി 2 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഒരു ചായയും വടയൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ടാ. പിന്നെ നേരെ പോയത് കുന്നംകുളത്തുള്ള തന്നെ കൽപ്പകയിലേക്കാണ്. അവിടെ നിന്നാണ് എനിക്ക് ഹൽദിക്കുള്ള യെല്ലോ കളർ ഡ്രസ്സൊക്കെ കിട്ടിയത്. അവിടെ നിന്ന് ഒരു ഡ്രസ്സാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഇതാ കുന്നംകുളത്ത് നട്ടപ്പാറ വെയിലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ണി അഞ്ചു വന്നിട്ടുണ്ട് കേട്ടോ, അമ്മയും കൂടെ. തുണി പർച്ചേസിങ്ങിന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസത്തെ ഒരു പോക്കാണ്. കാലത്ത് നമ്മളൊരു 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു സമയം പറഞ്ഞാൽ 3 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു ഷോപ്പിൽ പോയി അവിടെ നിന്ന് എനിക്കുള്ള ഡ്രസ്സൊക്കെ കിട്ടി. പിന്നെ ഒരു 3:30 ആയപ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്യാമെന്ന് കരുതി. ഞാനും ഉണ്ണിയൊക്കെ മസാല ദോശയുടെ ആൾക്കാരാണ് കേട്ടോ. അപ്പം മസാല ദോശയാണ് ഇന്ന് കഴിക്കുന്നത്. ഉച്ചയാണെങ്കിലും നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ കയറിയതുകൊണ്ട് നല്ല അടിപൊളി മസാല ദോശയും നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസിങ് കൂടി നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെരുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും നമ്മൾ എടുത്തു. ഈ കാണുന്നേക്കാൾ നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഹീലായിട്ടുള്ള ഒരു ചെരുപ്പാണ്. ഓൾമോസ്റ്റ് നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. നമ്മളാകെ ടയേർഡായി തന്നെ പറയാം. പിന്നെ കുന്നംകുളം ബസ് സ്റ്റാൻഡിലേക്ക് അഞ്ജുവിൻ്റെ വണ്ടിയിൽ ഞങ്ങളെ ട്രിപ്പ് അടിച്ച് കൊണ്ടുവരിക ചെയ്ത് കേട്ടോ. അപ്പോൾ അവൾ ആദ്യം ഞങ്ങളെ കൊടുന്നാക്കി, എന്നെ ഉണ്ണീനെയും. അപ്പോൾ നമ്മുടെ ആദ്യം ഒരു ബസ് നിൽക്കണ്ടായിരുന്നു, പോയി. പിന്നെ അമ്മ വരുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. കാരണം അമ്മ വരുമ്പോഴേക്ക് ഇനി വന്ന് നിൽക്കുന്ന അടുത്ത ബസ് പോകുന്നതാണ്. കാരണം ഇടയ്ക്കിടയ്ക്കാണ് നമ്മുടെ അവിടേക്കൊക്കെ എപ്പോഴും ബസ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ബസ് കയറി നമ്മുടെ സാധന സാമഗ്രികളെല്ലാം ഇതാ എടുത്തിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഡ്രൈവറും കൂടി വന്ന് നമ്മൾ പോകും. ഒരു 5-5:30 ആയിട്ടുണ്ട് നമ്മുടെ എല്ലാ പർച്ചേസും കഴിയാനായിട്ടോ. നല്ല തോതിൽ ക്ഷീണമായിട്ടുണ്ട്. വീടെത്തി നമ്മളുടെ ഏറ്റവും ഇനി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇതെല്ലാം അൺബോക്സ് ചെയ്ത് നമ്മൾ നോക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.